വെൽക്കം ടു അഡ്വാൻസ്ഡ് മൊബൈൽ കൗൺസിലിംഗ് സെൻറ്റർ. ഇന്നത്തെ നമ്മുടെ സൈക്കോ എഡ്യൂക്കേഷൻ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മാതാപിതാക്കൾ എന്നോട് റിക്വസ്റ്റ് ചെയ്ത ഒരു ടോപ്പിക്കാണ് കുട്ടികളിലെ ദേഷ്യം എങ്ങനെ കുറക്കാം എന്നുള്ളത്. അതിന് കുറച്ച് ടിപ്സുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ മാതാപിതാക്കൾ പ്രയാസം അനുഭവിക്കുന്ന ഒരു മേഖല തന്നെയാണ് കുട്ടികളുടെ ദേഷ്യം, അല്ലെങ്കിൽ ചിലർ അതിനെ ടാൻട്രംസ് എന്നൊക്കെ പറഞ്ഞ് വേറെ പേരിലൊക്കെ വിളിക്കും. അപ്പോൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ ഇവരുടെ ഈ ബിഗർ ഇമോഷനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ഇവരെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു കാര്യം, മറ്റുള്ളവരുടെ വികാരങ്ങൾ കൂടി മനസ്സിലാക്കാൻ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം എന്നുള്ളതാണ്. ഒരാൾ ദേഷ്യപ്പെടുന്നത് കൊണ്ട് മറ്റുള്ളവർക്കുണ്ടാകുന്ന ശാരീരികമായിട്ടും മാനസികവുമായിട്ടുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മറ്റുള്ളവരുടെ വികാരങ്ങളെ മനസ്സിലാക്കാൻ ആദ്യം നമ്മൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. പിന്നീട് വരുന്നൊരു കാര്യം, നമ്മളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുമായിട്ട് കൂടുതൽ സമയം ചിലവഴിക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇതിലൂടെ എന്താണ് സംഭവിക്കുന്നത്? കുട്ടികളുടെ വികാരങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനും അവരുടെ വികാരങ്ങളെ സ്വാധീനിക്കാനും നമ്മൾക്ക് കഴിയും. മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വികാരങ്ങൾ എല്ലാ കുട്ടികൾക്കും എല്ലാ മനുഷ്യർക്കും ഉണ്ടാകും. എല്ലാ മനുഷ്യർക്കും, അത് കുട്ടികളായാലും പ്രായമുള്ളവരായാലും ആര് തന്നെയായാലും മനുഷ്യരായി ജനിച്ച എല്ലാവർക്കും വികാരങ്ങളുണ്ടാകും. അതിലൊന്ന് തന്നെയാണ് ദേഷ്യം എന്ന് പറയുന്നത്. അത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു ഹ്യൂമൻ ഫീലിംഗ് ആണ്. കുട്ടികൾക്ക് ദേഷ്യം ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അപ്പം അവർക്കും ദേഷ്യം വരും. അവർക്ക് എന്നല്ല, എല്ലാവർക്കും ദേഷ്യം വരും. ഇറ്റ്സ് എ യൂണിവേഴ്സൽ ഫീലിംഗ് എന്നുള്ളതാണ്. എന്നാൽ ഈ ഒരു വികാരം കൊണ്ട് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടതും നമ്മൾ പഠിപ്പിക്കേണ്ടതുമായിട്ടുള്ളത്. ഹൗ ടു എക്സ്പ്രസ് യുവർ ആങ്കർ ഇൻ എ ഹെൽത്തി വേ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതും നമ്മൾ സ്വയം പഠിക്കേണ്ടതും. അപ്പം മക്കളോട് നമ്മൾ ഇതിനെക്കുറിച്ച് ധാരാളമായിട്ട് സംസാരിക്കുക തന്നെ ചെയ്യണമെന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു കാര്യം. ഇനി മറ്റൊരു കാര്യം, നമുക്ക് കുട്ടികളെ സ്വാധീനിക്കണമെങ്കിൽ കുട്ടികളുടെ കൂടെ നമ്മൾ ഉണ്ടാകുക എന്നുള്ളത് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വം നൽകുന്ന ഒരു കാര്യമാണ്. ഇവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിച്ചാൽ അല്ലെങ്കിൽ ഉണ്ടായാൽ അത് നമ്മളോട് പങ്കുവെക്കാനുള്ളൊരു സാഹചര്യം നമ്മൾ ഒരുക്കുന്നത് അവരുടെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു സെക്യൂരിറ്റി ഫീലിങ്ങിൽ നിന്നാണ്. അപ്പം ഇതും തന്നെ കുട്ടികൾക്ക് ദേഷ്യം കുറക്കാൻ ഒരു വലിയൊരു കാരണമാണ്. അതായത് മൈ പാരൻസ് ആർ വിത്ത് മീ എന്നുള്ളൊരു ഫീലിംഗ് അവർക്ക് കൂടുതൽ കോൺഫിഡൻസ് നൽകുകയും സെക്യൂരിറ്റി ഫീലിംഗ് കൊണ്ടുവരികയും ഇൻസെക്യൂർ ഫീലിങ്ങിൽ നിന്ന് അവരെ കടത്തുകയും അങ്ങനെ അവർക്ക് നമ്മളോട് കാര്യങ്ങളെ തുറന്ന് സംസാരിക്കാനുള്ളൊരു ഒരു മനസ്സ് അവർക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ആസ് പാരൻസ് നമ്മൾ അവരുടെ കൂടെ ഉണ്ടാകണം. അവർക്ക് എന്ത് തന്നെ സംഭവിച്ചാലും നമ്മൾ അവരുടെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു ഫീലിംഗ് അവർക്ക് കൊടുക്കണം. ഇനി വരുന്നൊരു കാര്യം സ്നേഹമാണ്. അതെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, അല്ലേ? എത്ര മോശപ്പെട്ട അവസ്ഥയിലും നമ്മൾ കുട്ടികളോടുള്ള നമ്മുടെ സ്നേഹത്തിൽ ഒരിക്കലും കുറവ് വരുത്തരുത്. പല കൗൺസിലിംഗ് സെഷൻസിനും ക്ലയൻസ് വരുമ്പം അവരിപ്പോൾ എത്ര മുതിർന്നാലും അവർ പറയാറുണ്ട്, എനിക്കൊരു പ്രയാസം വന്നപ്പോൾ ഞാൻ എൻ്റെ അച്ഛനോടോ അമ്മയോടോ ഉമ്മയോടോ ഉപ്പയോടോ പറഞ്ഞപ്പോൾ അവർ അത് മൈൻഡ് ചെയ്തില്ല, അല്ലെങ്കിൽ അവരതിൻ്റെ പേരിൽ എന്നെ ബ്ലെയിം ചെയ്തു, ഷെയിം ചെയ്തു എന്ന് പറഞ്ഞ് പിന്നീട് അതൊരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസായിട്ട് പിന്നീട് അത് ഡെവലപ്പ് ചെയ്ത് വരുന്നത് നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഒരിക്കലും അവർ ഏത് സാഹചര്യത്തിൽ വന്നാലും അവരോടൊരിക്കലും സ്നേഹം കുറയില്ല എന്നുള്ളത് നമ്മളവർക്ക് നമ്മളവർക്ക് ബോധിപ്പിച്ച് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ഒരിക്കലും സ്നേഹം നിങ്ങൾ അവർക്ക് അതിലൊരു കുറവ് വരുത്തരുത്. കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോളാണ് വഹിക്കുന്നത്. അതായത് ഡിസ്ക്രിമിനേഷനും ഒന്നും, അവരുടെ കളറോ അവരുടെ മാർക്കോ ഒന്നും നിങ്ങളുടെ സ്നേഹത്തിനെ കുറയ്ക്കില്ല എന്നുള്ളൊരു ബോധ്യം അവർക്കുണ്ടാകും. അപ്പോൾ സ്നേഹക്കുറവ് കാരണം തന്നെയാണ് കുട്ടികളിൽ ദേഷ്യം ഉണ്ടാകാൻ സാധ്യത വേറൊന്നുള്ളതാണ്. കാരണം നമ്മളിങ്ങനെ കമ്പയർ ചെയ്യും, അതുകൊണ്ട് അവർക്ക് അതൊരു പ്രയാസമായിട്ട് അനുഭവിക്കുകയും അത് സപ്രസ് ചെയ്ത് വരുമ്പോൾ അവർക്ക് ദേഷ്യം വരികയും ചെയ്യുന്നത് സ്വാഭാവികമാണ്. ഇനി വരുന്നതാണ് തീരുമാനങ്ങൾ. എത്ര മോശപ്പെട്ട സമയത്തും നമ്മൾ കൂടെയുണ്ടാകും, മാതാപിതാക്കളായ നമ്മൾ കൂടെയുണ്ടാകും എന്ന തോന്നൽ കുട്ടികളിൽ വളർത്തിയെടുക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്.
അപ്പോൾ ബുദ്ധിമുട്ടുള്ള ഏത് സാഹചര്യങ്ങളിൽ അവർക്ക് ദേഷ്യം വരുന്നത് കുറയുകയും പ്രശ്നങ്ങൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കാൻ അവർക്ക് ധൈര്യം കിട്ടുകയും ചെയ്യും. ഓക്കെ, ഇനി വരുന്നൊരു കാര്യം നമ്മൾ മനസ്സിനെ ശാന്തമാക്കുക എന്നുള്ളതാണ്. അതായത് ദേഷ്യം വരുന്ന സാഹചര്യത്തിൽ മനസ്സിനെ ശാന്തമാക്കാൻ കുട്ടികളെ പഠിപ്പിക്കണം. അതിനുള്ള കുറേ ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ നമുക്ക് ബ്രീത്തിങ് ടെക്നിക്സൊക്കെ വഴി അവർക്ക് നമുക്കത് പഠിപ്പിച്ചു കൊടുക്കാം. ഉദാഹരണത്തിന് ആഴത്തിൽ ശ്വാസം എടുക്കുക. ഓക്കെ, ദെൻ മനസ്സിലൊരു 100 വരെ എണ്ണാൻ അവരെ പഠിപ്പിക്കുക. അല്ലേ, അങ്ങനത്തെ ചെറിയ ചെറിയ ടിപ്സും ട്രിക്സൊക്കെ നിങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇനി വരുന്നൊരു കാര്യം, നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ദേഷ്യപ്പെടുന്ന കുട്ടികൾക്ക് മനസ്സ് ശാന്തമാക്കാനുള്ള ഒരു സമയം നൽകുക. അവരുടെ കൂടെ നമ്മളും പൊട്ടിത്തെറിക്കാണ്ട് അവർക്ക് കാം ഡൗൺ ആവാനുള്ള ഒരു സമയം കൊടുക്കുക എന്നുള്ളതാണ്. ദേഷ്യപ്പെടുന്ന സമയത്ത് നമ്മൾ ഉപദേശങ്ങൾ കൊണ്ട് അവരെ വീണ്ടും ട്രിഗർ ചെയ്യരുത്. ആ സമയത്ത് ആർക്ക് തന്നെയാലും ഉപദേശങ്ങൾ വരുമ്പോൾ അത് കൂടുതൽ എസ്കലേറ്റ് ചെയ്യും പ്രശ്നങ്ങൾക്ക്. അപ്പോൾ ദേഷ്യപ്പെടുന്ന സമയത്ത് ഉപദേശങ്ങൾ അവർ കേൾക്കുകയോട്ട് ഇല്ലതാണ്. അപ്പോൾ വെറുതെ നിങ്ങളുടെ എനർജിയും അവരുടെ മെൻ്റൽ ഹെൽത്തും ഒക്കെ വഷളാവുക എന്നല്ലാണ്ട് വേറെ ഒരു കാര്യവും അതിനെക്കൊണ്ട് കിട്ടില്ല. സോ അവരുടെ മനസ്സ് ശാന്തമായതിന് ശേഷം കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു നിങ്ങൾക്കും ദേഷ്യം വരുന്നൊരു കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് ആ സ്ഥലത്തുനിന്ന് മെല്ലെ അങ്ങ് മാറുകയോ, അല്ലെങ്കിൽ കുറച്ചും കൂടി കാമറായിട്ടുള്ള, ചിലപ്പോൾ അച്ഛൻ കുറച്ചും കൂടി കാമറായിരിക്കും, അല്ലെങ്കിൽ അമ്മ, അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ കുട്ടികളോട് ഒന്ന് സൂപ്പർവൈസ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്ന് മാറുക. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കുട്ടികളുടെ ദേഷ്യം നന്നായിട്ട് കുറയ്ക്കാനും അവരുടെ ഉള്ളിലൊരു നല്ല ഹെൽത്തി പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനും അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഹെൽത്തി ആയിട്ട് അവരുടെ ബിഗ്ഗർ ഇമോഷൻസായ ആങ്കർ മാനേജ്മെൻ്റ് ഒക്കെ നടത്താൻ അവർക്ക് കഴിവ് കിട്ടുകയും ചെയ്യും. ഇതെല്ലാം വളരെ ഇംബാലൻസ്ഡ് ആയിട്ടുള്ള പോയിട്ടുള്ള ഒരു കുട്ടിയാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഇനി ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു പ്രൊഫഷണൽ ഹെൽപ്പ് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ചെറിയ കാര്യങ്ങളല്ലേ, ചെറിയ കുട്ടിയല്ലേ, നാളെ അതങ്ങ് ശരിയായിക്കോളും എന്ന് കരുതി അത് മാറ്റി വയ്ക്കാണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എത്തിച്ചു കൊടുക്കുക കുട്ടിക്ക്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് ഓൺലൈനിലും ഇപ്പോൾ നമ്മുടെ പോലെ AMCC അഡ്വാൻസ്ഡ് മൊബൈൽ കൗൺസിലിംഗ് സെൻറ്ററിനെ പോലെയുള്ള വിദഗ്ധരുടെയൊക്കെ ഹെൽപ്പ് കിട്ടാൻ സാധ്യത ഏറെയുള്ള ഒരു കാലത്ത് നമ്മൾ എനിക്ക് സഹായം കിട്ടിയില്ല, അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്ക് സഹായം കിട്ടാൻ മാർഗമില്ല, യാത്ര ചെയ്യണം, അല്ലെങ്കിൽ അവരെ കൂടെ കൊണ്ടുപോകാൻ അവർക്ക് കാറിൽ ഡ്രൈവർ വേണം, അല്ലെങ്കിൽ അച്ഛൻ ഓഫീസിൽ നിന്ന്, ഇതൊന്നും ഇന്നത്തെ കാലത്ത് വിലവേശി പോകാൻ പറ്റുന്ന ഒരു റീസൺസ് അല്ല. കാരണം ഓൺലൈനിൽ ഇരുന്നു കൊണ്ടും നിങ്ങൾക്ക് കുട്ടികൾക്ക് സഹായം എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന ഈ ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് അത് മനസ്സിലാക്കി നിങ്ങൾ കറക്റ്റായിട്ടുള്ള സമയത്ത് അവർക്ക് ഇൻ്റർവെൻഷൻസ് കൊടുത്ത് അവരെ ഹെൽപ്പ് ചെയ്യുക. ഇനി ഇങ്ങനത്തെ ഒന്നും പ്രോബ്ലംസ് തുടങ്ങാത്ത കുഞ്ഞു മക്കളാണെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ഈ പറഞ്ഞ ടിപ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് അവർക്ക് നല്ലൊരു ഹെൽത്തി പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുകയും അവരെ കൂടെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് നല്ലൊരു ഒരു ആങ്കർ മാനേജ്മെൻറ്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് കൊടുക്കാനും നിങ്ങളും അവരും ഒക്കെ ആസ് എ ഫാമിലി നന്നായിട്ട് ട്രൈ ചെയ്യുക. ഓക്കെ, താങ്ക് യു.